യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അപ്പച്ചനെ കുറിച്ച് ഒരു സാക്ഷി പറയുവാൻ അടിൻ്റെ ജീവിതത്തിന് ഒരു അവസരം നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. 2014 ഞാൻ കൊട്ടാരക്കരയിലേക്ക് മാറ്റമായി വരുമ്പോൾ അപ്പച്ചനാണ് ഇവിടേക്ക് മാറ്റമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഭയത്തോടു കൂടെയാണ് ഞാനിവിടെ കടന്നു വന്നത്. അവിടുന്ന് എൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങളും പറഞ്ഞു, കൊട്ടാരക്കര നിനക്ക് ഒന്നുകൂടെ ട്രെയിനിങ് തരുവാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചേക്കുവാന്ന് പറഞ്ഞു. ഞാൻ വളരെ ഭയപ്പെട്ടാണ് ഇവിടെ കടന്നു വന്നത്. എന്നപ്പോൾ അപ്പച്ചൻ നല്ല ആരോഗ്യത്തോടെയാണ് ആയിരിക്കുന്നത്. അപ്പച്ചനെ ശുശ്രൂഷിക്കുവാൻ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പച്ചൻ്റെ പുറകെ ഞാൻ ഓടുകയായിരുന്നു. വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കുടിക്കുവാനൊക്കെയും കൊണ്ട് നടക്കുന്നത്. അപ്പച്ചൻ വേഗത നടന്ന് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും. അപ്പോൾ പെട്ടെന്ന് അപ്പച്ചൻ നടന്നു പോവുകയാണ്, ഞാൻ പുറകെ ഓടുകയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പച്ചന്. അപ്പച്ചന് കഷ്ടപ്പെടുവാൻ വളരെ മനസ്സോടെയാണ്. ഒരു വട്ടം ഇവിടെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ പുല്ല് കിളുത്തു ഇരിക്കുമ്പോൾ അപ്പച്ചൻ ഇറങ്ങി വന്ന് അതിങ്ങനെ ഓരോന്നോരോന്നായി പിഴുത് എടുക്കുന്നത് കണ്ടിട്ട് ഞാനും സഹോദരിമാരൊക്കെ ഒന്ന് പുറകെ വന്ന് അത് ഇവിടെ പറിക്കുന്നതായി കാണപ്പെട്ടു. അപ്പച്ചൻ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്നു. 1, 2, 3 കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ പറിച്ച് എടുത്തിട്ട് നമ്മളെ അത് ചെയ്ത് കാണിച്ചു തരുന്നതായൊരു മാതൃക ഉണ്ടായിരുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ 2014 അവസാനം ചാത്തന്നൂരിലേക്ക് പാസ്റ്ററെ നോക്കുവാൻ എന്നെ അങ്ങോട്ട് അയച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചാത്തൂരിനെ പോയി പാസ്റ്ററെ സഹായിക്കണം, അവസാനം പാസ്റ്ററെ സഹായിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ സഭ വളരെ ഇതായിട്ട് പോകുന്ന, പാസ്റ്റർ തീരെ സുഖമില്ലാതെ ആയിരിക്കുന്നു. അവിടെ പോയി പാസ്റ്ററെ നോക്കണം, സഭയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഉത്തരത്തോടെ എന്നെ അയക്കുമ്പോൾ എനിക്ക് എങ്ങനെ സഭ അല്ലെങ്കിൽ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ഒരു വചനം അല്ലെങ്കിൽ ഒരു കാര്യം പോലും അറിയത്തില്ല. വന്ന സമയം പ്രസംഗിക്കണമെന്നോ എങ്ങനെ സഭ നടത്തണമെന്നോ എങ്ങനെ ആൾക്കാരോട് ഇടപെടണമെന്നോ എന്നും എനിക്കറിയാത്ത അല്ലെങ്കിൽ ഒരു അനുഭവമായിരുന്നു. നല്ലപ്പച്ചൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ നിനക്ക് തരും. അപ്പച്ചൻ എന്നെ ഇവിടുന്ന് ചാത്തൂരിലേക്ക് അയക്കുമ്പോൾ എനിക്കൊന്നും അറിയാത്തവനായി കടന്നുപോയി. എന്നാൽ അവിടെ പോയി പാസ്റ്ററിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു പിതാവ് മകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പിതാവിനെ പോലെ കണ്ട് ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടുന്ന് ദൈവം പല പാതയിലൂടെ എന്നെ നടത്തി. പിന്നെ വിലങ്ങറയിൽ ഷാജി പാസ്റ്ററെ നോക്കുവാനും എന്നെ അയച്ചപ്പോഴും എനിക്ക് വളരെ സന്തോഷത്തോടെ എന്നെ പറഞ്ഞയക്കുമ്പോഴും എനിക്ക് വളരെ ഭയമാണ്. എങ്ങനെയാണ് പാസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുവാൻ കഴിയുന്നത്? ഒന്നും അറിയത്തില്ലല്ലോ, എനിക്ക് ശുശ്രൂഷിപ്പാനൊന്നും അറിയത്തില്ലല്ലോ പറയുമ്പോഴും ദൈവം നിനക്ക് കൃപ തരും, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ നടത്തും. വളരെ ധൈര്യത്തോടെ വളരെ പ്രോത്സാഹനം നൽകി നല്ല അനുഗ്രഹത്തോടെ നല്ല പ്രാർത്ഥിച്ച് അയക്കുന്നതായ അപ്പച്ചനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പനമ്പറ്റേ പോയി. അത് കഴിഞ്ഞ് അവസാനം കരുന്തോട്ടുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റമാക്കി എന്നെ അങ്ങോട്ട് വിട്ടപ്പോൾ അവിടെ വിശ്വാസ ഭവനം മാത്രമേ ഉള്ളൂ. ആരാധനാലയമില്ല, അതിന് സ്ഥലമില്ല, സെമിത്തേരിയില്ല. വളരെ ഒരു വല്ലാത്ത കഷ്ടതയുടെ അനുഭവത്തിലാണ് പോയത്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ആ വേല എങ്ങനെ കൊണ്ടുപോകും? അവിടെ ആരാധനാലയമില്ല, സ്ഥലമില്ല, ആരാധനാലയമില്ലല്ലോ എന്ന് വളരെ ഭാരം എനിക്കുണ്ടായിരുന്നു. അവിടുത്തെ വേല പുതിയ വേലയാണ്. അപ്പോൾ അപ്പച്ചൻ എന്നെ അവിടേക്ക് അയച്ചു. ദൈവത്തിൻ്റെ കൃപ തരുമെന്ന് പറഞ്ഞു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവനെ നടത്തി. ആരാധനാലയത്തിൻ്റെ സാങ്ഷൻ കിട്ടി. അത് പണിയുവാൻ വേണ്ടിയുള്ളതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചപ്പോൾ ഞാൻ പേപ്പർ കൊണ്ട് ഇവിടെ അപ്പച്ചൻ്റെ അടുത്ത് കടന്നു വന്നു. അപ്പച്ചൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്കുപോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഒരു ധൈര്യത്തിൻ്റെ വാക്കുകൾ അന്നപ്പം പറഞ്ഞില്ല. എന്നെ ഇറങ്ങി നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ പണിയാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ സാങ്ഷനിലെടുത്തിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പണിയാം, ഇല്ലെങ്കിൽ ഇതിവിടെ ഇരിക്കട്ടെ എന്നുള്ള മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ അന്നപ്പച്ചൻ ഇങ്ങനെ അന്ന് കോൺട്രാക്ടർ പ്രകാശ് അതെന്ന് തോന്നുന്നു, അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് എത്ര രൂപ അങ്ങനെ ആകുന്നു, എൻ്റെ കോൺട്രാക്ടറിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയും പറഞ്ഞ്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് നടത്തണം, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാ അപ്പച്ച? നീ അത് ചെയ്തു തീർക്കാതെ നിന്നെ അവിടുന്ന് മാറ്റത്തില്ല. ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് എനിക്ക് മാറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാ. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, മാറ്റുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നാൽ നീ എന്ന് ചെയ്തു തീർക്കുന്നുവോ അന്നേ അവിടുന്ന് മാറ്റത്തുള്ളൂ. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ദൈവമേ എന്തു ചെയ്യും? അവിടുത്തെ അവസ്ഥ വളരെ പെരുങ്കല്ലാണല്ലോ. അപ്പച്ചനാകെ എൻ്റെ അടുത്ത് ഇങ്ങനെ കർശനമായി പറഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ആ വേലയിൽ അല്ലെങ്കിൽ അവിടെ ആരാധനാലയം പണിയുവാൻ ദൈവം സഹായിച്ചു. അതിനെല്ലാം അപ്പച്ചനാണ്. തരത്തില്ല എന്ന് പറഞ്ഞാലും വളരെ ആ പിതാവ് കരുതുന്ന പോലെ പിതാവിൻ്റെ സ്നേഹത്തെ എനിക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയും വാക്കുകൊണ്ട് താങ്ങുന്നതായ അനുഭവം മാത്രമല്ല, നമ്മളെ ചേർത്തണച്ച് നമുക്ക് വേണ്ടതായ എല്ലാം ചെയ്യുന്നതായ ഒരു പിതാവിനെ കാണുവാൻ കഴിഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് മാത്രമല്ല 2021 ഈ ലോകത്തെല്ലാം കൊറോണ പിടിച്ചതായ സമയത്ത് അപ്പച്ചനും തീരെ സുഖമില്ലാതെ പനിയുടെ അസ്വസ്ഥയായിരുന്നു. ആ ദിനങ്ങളെല്ലാം ഞാൻ അപ്പച്ചൻ്റെ കൂടെ ആയിരുന്നു. രാവും പകലും എല്ലാം അപ്പച്ചൻ്റെ കൂടെ നിന്ന്. അപ്പച്ചന് ഉറക്കമില്ല, രാത്രിയിലൊക്കെയും വളരെ കഷ്ടതയാണ്, ചുമയാണ്. എന്നാലും ഞാനും ഞങ്ങളുടെ സഹോദരൻ 2-3 പേരുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ കൊറോണയുടെ സമയത്ത് അപ്പച്ചൻ്റെ കൂടെ നിന്ന് എനിക്കും വളരെ കഷ്ടത അന്നുണ്ടായി. പനി ഒക്കെയും പിടിച്ചു, പ്രയാസമായി. അന്ന് ഞാൻ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. മരണത്തിൻ്റെതായ താഴ്വര എന്ന് പറയുന്നത് പോലെ ഞാൻ മരിച്ചു എന്ന തീർത്ത് എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. എൻ്റെ ലോക്കലിൽ ഞാനൊരു 25 ദിവസത്തോളം അവിടെയും കിടന്നു. അവിടുന്ന് സെൻട്രൽ ഫീത്തോമിൽ എന്നെ അവിടുന്ന് കൊണ്ടുവന്ന ഒരു മാസത്തോളം വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് പോലെ ആയിരുന്നു. എന്നാൽ വളരെ പ്രാർത്ഥനയും കരുതലുമെല്ലാം എനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എല്ലാവരും അന്ന് ഇവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മൊത്തവും തണുത്ത് മരണിക്കും എന്നുള്ളതായ അവസ്ഥയിലേക്ക് ഇരുന്ന സഹോദരന്മാർ ചുറ്റിലിരുന്ന മരണപ്പാട്ടുകൾ വരെയും പാടിയതാണ്. അപ്പോഴും ഞാൻ മരിച്ചു പോകും എന്ന് ചിന്തിച്ചതാണ്. അപ്പം ചെന്നപ്പോൾ വളരെ പ്രയാസമായി. എന്നാൽ വളരെ പ്രാർത്ഥിച്ചു. അപ്പച്ചൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ എല്ലാവരും ദൈവമക്കൾ എവിടെ നോക്കിയോ എല്ലാവരും പ്രാർത്ഥിച്ച നിമിത്തമായി അടിയനൊരു പുനർജന്മം ദൈവം തന്നു. ദൈവം എത്രത്തോളം അടിയൻ ദൈവത്തിൻ്റെ കൃപയിൽ ഇന്നിയോളം സൂക്ഷിച്ചു. 2021 അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാമായിരുന്നു. എന്നാലും ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപയാൽ അടിയനെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. പിതാക്കന്മാർ ഏറെയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ എനിക്കൊരു പിതാവായിരുന്നു. എപ്പോഴും എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുന്നതില്ല, വീണ്ടും പിതാവിൻ്റെ അരികിൽ എപ്പോഴും ചെല്ലാം, ഏത് കാര്യവും തുറന്ന് പറയാം. അപ്പോഴും കരുതി സ്നേഹിച്ച് തലോടി ആ മകനെ എന്ന് വിളിച്ച് ആശ്വാസത്തോടെ ഒരു വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഞങ്ങളെ അയക്കുന്നതായൊരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പിതാവ് കാണിച്ചു തന്നതായ നല്ല മാതൃകയെ പിൻപറ്റി എനിക്ക് വെച്ചതായ നല്ല അവകാശം പ്രാപിപ്പാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി